നമസ്കാരം. വീണ്ടും മടിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് എല്ലാവർക്കും വളരെ ഒരു നല്ല ന്യൂസാണ്. സ്വർണത്തിൻ്റെ വില ആൽമോസ്റ്റ് 200 രൂപ കുറഞ്ഞിട്ടുണ്ട്. 4,970 രൂപയ്ക്ക് കിട്ടുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കണം. ഇറങ്ങിയിരിക്കുന്നു. 235 ആണ്. സിൽവറും ഇറങ്ങിയിട്ടുണ്ട്. എത്രയാണ് കുറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ മാർക്കറ്റിൽ തന്നെ പോയി അന്വേഷിക്കണം. ഇപ്പോൾ ഇങ്ങനെയാണ് സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നേ ഒന്ന് മാത്രം തന്നെ കിങ്ങായിട്ട് കയറുന്നു. കച്ച എണ്ണ ചൈനയുടെ വില തിരികെ $100 കൂടിയിട്ടുണ്ട്. ഡോളർ കൂടിയ ഉടനെ ഇവിടെ എല്ലാം പ്രോബ്ലത്തിലാണ് ഇരിക്കുന്നത്. മാർക്കറ്റിലൊരു കിടപ്പിലാണ് ഇരിക്കുന്നത്. ഉറങ്ങുന്ന കൊച്ചിനെ എങ്ങനെ എളിക്കാൻ വയ്ക്കണം എന്നറിയാതെ ഇരിക്കുന്നത് പോലെയാണ് ഈ മാർക്കറ്റിനെ തട്ടി എങ്ങനെ എളുക്കണം എന്ന് അറിയാതെ ഇരിക്കുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് 5% കൂടിയിട്ടുണ്ട്. തങ്കമേൽ 4%, M&M 3.5%, ടാറ്റ പാസഞ്ചർ വെഹിക്കിൾ 3%, ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ 2.6%, ടാറ്റ പവർ 2.3%, ഹീറോ മോട്ടോർ കാപ്പ് 2.6%, ടൈറ്റൻ 2%, ശേഷം ബജാജ് ഓട്ടോ 1.9%, ഞാൻ ജുവലേഴ്സ് 1.9%, എസ് മോട്ടോർ 4%. ഇതെല്ലാം വെറും ഹൈലൈറ്റ് ആണ്. മാർക്കറ്റിൽ നോക്കിയാൽ എന്ത് നോക്കിയാലും അത് വിഴുന്നിരിക്കും. പ്ലാൻ്റെ കാരണം എന്താണ്? മാർക്കറ്റിൽ കച്ച എണ്ണയുടെ വില വന്നിട്ട് $100 കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ സ്ഥലത്തിലും LPG ഇല്ല. LPG ഇല്ലെങ്കിൽ എന്താ ഹോട്ടലിൽ ഫുഡില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പല സ്ഥലങ്ങളിൽ സ്കിൽഡ് മൈഗ്രൻ്റ് ലേബേഴ്സാണ് കൂടുതൽ. ബാംഗ്ലൂരിൽ പോയാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സ്ഥലത്തിലുള്ള പിള്ളേരൊക്കെ ഹോസ്റ്റലിൽ നിന്നിട്ട് IT പോകുന്നു. അവർക്ക് ഫുഡില്ല. നമ്മളെ മെഡ്രാസിൽ തന്നെ ട്രിപ്ലിക്കൻ ഏരിയ ഫുള്ളായിട്ട് മാൻഷൻ ഏരിയയാണ്. ആ സ്ഥലങ്ങളിലും ചാപ്പാടിന് അത്യാവശ്യം കുറവുണ്ട്. ഗ്യാസ് ഉണ്ടെങ്കിൽ തന്നെ കളിക്കാൻ പറ്റും. റൈസിൻ്റെ വില ഒക്കെ 20 രൂപ കയറ്റിയിരിക്കുന്നു. പെട്രോൾ ഡീസലൊക്കെ വാങ്ങാൻ ഒരുപാട് കൂട്ടമുണ്ട്. ഓട്ടോ ഓട്ടാൻ ആൾക്കാരില്ല. എല്ലാം നോക്കിയാൽ വളരെ കഷ്ടത്തിലാണ് ഇരിക്കുന്നു. ഓട്ടോ ഓട്ടാൻ എന്താണ് ആൾക്കാരില്ല എന്ന് വെച്ചാൽ ഓട്ടോ ഗ്യാസിൻ്റെ വില കയറിയിരിക്കുന്നു. അല്ലാതെ ഈ ഇറാൻ വാർ 11 ബില്യൺ തന്നെ ചെലവ് ചെയ്തു ഈ 6 ദിവസത്തിൽ എന്നാണ് പറയുന്നത്. വാർ കൂടിക്കൊണ്ടേ പോകുന്നു. ഇറാൻ എന്ത് പറയുന്നു എന്നാൽ നിനക്കൊന്ന് എനിക്കൊന്നായി എണ്ണയെ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്ന് നോക്കാം, $200 വരയ്ക്കും ഒരു ബാരൽ എന്ന് കൊണ്ടുപോയി വിടും എന്ന് ഉറപ്പിച്ച് പറയുന്നു. ശരിക്കും വളരെ ഖുഷിയാണ്. ഇതെന്ന് വെച്ചാൽ അവരെ പ്രോബ്ലത്തിനൊക്കെ സോൾവ് ചെയ്യുന്നു ഇറാന്. US ഇൻ്റലിജൻ്റ് എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഇറാൻ റെജിം കൊലാപ്സ് ആവുന്നത് പോലൊന്നും ഇല്ല. നമ്മളാണ് തെറ്റാ വിചാരിച്ചത്. നമ്മളിതിൽ പറ്റിക്കാൻ പറ്റിരിക്കുന്നു. നമ്മളെ അവർ പറ്റിച്ചു. ഇപ്പോൾ അവർ കൊലാപ്സ് ആവുന്നത് പോലെ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റെജിം കൊലാപ്സ് ആവാതെ ട്രംപ് പിൻവലിച്ചെങ്കിൽ അവർക്കൊരു ഫെയിലിയർ പോലെയാണ്. ഇപ്പോൾ ട്രംപ് ഒന്ന് വളരെ കഷ്ടത്തിലാണ് ഇരിക്കുന്നു. എങ്ങനെ വാറിനെ തീർക്കണമെന്ന് അറിയാതെയാണ് ഇരിക്കുന്നത്. എല്ലാ ഭാഷ ഗിറിന്ന് കയറിക്കൊണ്ടേയിരിക്കുന്നു. ഇതേ സമയം ബസ്ര എന്നൊരു സ്ഥലം ഇരിക്കുന്നു. ഇറാഖിൻ്റെ അടുത്തിരിക്കുന്ന ഒരു വലിയ പോർട്ടാണ്. അവിടെയാണ് വലിയ ഒരു ഓയിൽ ടണലൊക്കെ ഇരിക്കുന്നത്. ഗുണ്ട അവിടെ വെടിച്ച കാരണം ഇനി തൊട്ട് ആ ടെർമിനൽ ജോലി ചെയ്യത്തില്ല. ICICI ലോംബാർഡ് എന്ത് പറയുന്നു എന്നാൽ വാർ റിസ്ക് പ്രീമിയം വന്നിട്ട് ഗൾഫ്കാർക്ക് ഭയങ്കരമായിട്ട് കയറ്റിയിരിക്കുന്നു. നിങ്ങൾ ഗുഡ്സ് അയക്കാതെ ഇരിക്കാം. അത് കാരണം ഇരിക്കാം. നമൂറ ഇൻപീരിയൽ GDP വന്ന് 7% കട്ട് ചെയ്തിരിക്കുന്നു. അരവിന്ദ് സർ മൂലം ഉറച്ചെന്നവർക്ക് ഇതുസൺസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. അതെന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയുടെ ഗ്രോത്തിന് 2004 to 2012 അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതായിട്ടും 2013 ഇന്ന് വരയ്ക്കും 2% ഓവർ എസ്റ്റിമേറ്റ് ചെയ്തതായിട്ടും പറയുന്നു. നമ്മൾ ഒരുപാട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഫോർവേഡ് ഏർണിങ്സ് പ്രൊജക്ഷനൊക്കെ തെറ്റാണ്. ഇത് കാരണം മാർക്കറ്റ് വലുതായിട്ട് റിക്കവർ ആകുമെന്ന ഹോപ്പൊന്നും ഇപ്പം ഇല്ല. കെയിൽ വന്ന് ഇന്ത്യക്കും 15 നാടുകളിലും ട്രേഡിന് വന്നിട്ട് ബ്ലോക്ക് പോകുന്നു എന്ന് പറയുന്നു. എന്തെങ്കിലും അൺഫെയർ പ്രാക്ടീസസ് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അമേരിക്കയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. എന്ത് പറയുന്നു എന്നാൽ ഒരേടിയായിട്ട് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൻ്റെ ഡിമാൻഡ് വന്നിട്ട് ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഈ 2 ദിവസം നോക്കിയെങ്കിൽ ഈ പീജിയൻ ബ്രാൻഡിൻ്റെ സ്റ്റോക്ക് കട്ട്സ് വന്നിട്ട് ഭയങ്കരമായിട്ട് ഗില്ലിയായിട്ട് കയറിയിട്ടുണ്ട്. നോക്കുന്ന സമയം ഒരു 5% വിളുന്നിട്ടുണ്ടായിരുന്നു. പീജും ഒരേ ഡിമാൻഡ് കാരണം ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും ഇൻഡക്ഷൻ സ്റ്റൗവിന് ഡിമാൻഡാണ്. മൂടി കണ്ണ് തുറക്കുന്ന മുമ്പ് ഈ ബിഗ് ബാസ്ക്കറ്റിൻ്റെ മകളിലിരിക്കുന്ന ഇൻഡക്ഷൻ സ്റ്റോക്ക് വിറ്റ് തീർന്നു. ശേഷം PCSൻ്റെ മാർക്കറ്റ് ക്യാപ്പിന് $100 ബില്യൺ കുറഞ്ഞിരിക്കുന്നു. 2021 ശേഷം ഇതാണ് വലിയ ഫാള്. ശേഷം ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ബില്ല് 2 സ്റ്റേജ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അടുത്ത് വിൻ ചെയ്തിരിക്കുന്നു. അണപ്പുറം ഫൈനാൻസ് ശ്രീകാന്ത് PV എന്ന ആളിനെ വന്ന് ഓപ്പറേഷൻ സെക്ടറായിട്ടിരിക്കുന്നു.
ദീപക് റെഡ്ഡി എന്ന ആൾ മെഡിക്കൽ ലീവിൽ ചെന്നിരിക്കുന്നു. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഗബഗബന്ന് കയറി. ഇതിൻ്റെ മുകളിൽ പോകുമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് പറയുന്നു. ഫെബ്രുവരി ഡേറ്റ ഇന്ന് റിലീസ് ചെയ്യുന്നു. എക്സ്പേർട്സ് 3 കഴിഞ്ഞ് പോകുമെന്ന് പറയുന്നു. മൈക്രോസോഫ്റ്റ് എന്ത് പറയുന്നു എന്നാൽ ട്രെപ്പീനെ സപ്പോർട്ട് ചെയ്യുന്നു. ഫെറ്റ് ലോസ് ഹോക്കിൽ ഓവറാളെ നോക്കിയാൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കായിട്ടാണ് ഇരിക്കുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് ആരും മുന്നോട്ട് സംസാരിക്കുന്നില്ല. വേൾഡ് കംപ്ലീറ്റ് ആയിട്ട് അൺസർട്ടൺ ആയിട്ടാണ് ചെന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാർക്കറ്റ് ഇറങ്ങുന്ന സമയം നമുക്ക് എത് നോക്കിയാലും കൺസിഡറേഷൻ ചെയ്യണം എന്ന പോലെ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കും. ഒരാളെ പറ്റി നിങ്ങൾ തെറ്റായിട്ട് കൺസിഡർ ചെയ്യരുത്. നിങ്ങൾ പക്കാസ് ലിസ്റ്റിൽ തന്നെ ഇരിക്കാം. മാർക്കറ്റിന് ഇപ്പോൾ തന്നെ കറക്ഷൻ മോഡിനെ വന്നിരിക്കുന്നു. ഇവിടെ ഒരു 10% വിളാണ്ട ചാൻസ് വളരെ നന്നായിട്ടിരിക്കുന്നു. ആ 10% വിളുന്നാൽ അതിൻ്റെ താഴെ പോയാൽ തന്നെ നമുക്ക് ലഞ്ചിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. 26,500 10% പറഞ്ഞാൽ 2,650. 3,000 എന്ന് പറയുമ്പോൾ 5,300. 1,300 ഇറങ്ങണമെങ്കിൽ 6,300 ഇതിന് ഇറങ്ങണമെങ്കിൽ 21ൻ്റെ അടുത്ത് വരണം. ഇവിടെ തന്നെ ട്രെൻഡ് കണ്ടിന്യൂ ആവുമെങ്കിൽ ഒരാഴ്ചയിൽ ഇതുപോലെ വന്ന് എത്തും. കമേഴ്ഷ്യൽ സിലിണ്ടർ ഇല്ലെങ്കിൽ, ഫുഡ് ഇല്ലെങ്കിൽ, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി അങ്ങനെ നിൽക്കും. വെൽഡിങ്, ടെക്സ്റ്റൈൽ ഇതുപോലെ പല സ്ഥലങ്ങളിൽ ഗ്യാസിൻ്റെ ആവശ്യമുണ്ട്. നമ്മളെ സ്ഥലങ്ങളിൽ ക്രിമട്ടോറിയം തന്നെ ഇപ്പോൾ ഗ്യാസായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലാകും. വിറകിനെ എവിടെ നിന്ന് ആര് പിടിച്ചുകൊണ്ട് വരുമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഒക്കെ പോയിൻ്റ് വിറക് തന്നെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരും. വില അമേരിക്കയിൽ നാസ്ഡാക്കിനെ കുറച്ച് മുകളിൽ വെച്ചിരുന്നു. അതിൻ്റെ താഴെ കുറച്ച് S&P വെച്ചായിരുന്നു. ഇത് നോക്കിയാൽ അറിയാം. ഒരേ ടെക് സ്റ്റോക്കാണ് വാങ്ങി മാർക്കറ്റിന് അവർ ഹൈയാ വെച്ചിരുന്നു. സ്റ്റോക്ക് വാങ്ങാതിരുന്നുവെങ്കിൽ ഇന്നലെ മാർക്കറ്റ് കറപ്റ്റായിരിക്കും. മാർക്കറ്റ് ഡെഫിനറ്റായിട്ട് ഓവർ ഹീറ്റഡ് എന്നതിന് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഇരിക്കുന്നു. പയ്യെ ഇന്നും വിറ്റുകൊണ്ടേ ഇരിക്കുന്നു. പയ്യെ വരുന്നില്ല. പത്താസ് ലിസ്റ്റിൽ ഒരുപാട് സ്റ്റോക്ക് താഴെ ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭം വരും. മാർക്കറ്റ് വിട്ട് ഓടിയാലും പോരാ, മാർക്കറ്റ് അങ്ങനെ വച്ചിരുന്നാലും പോരാ. ഇതുപോലെ താഴെ ഇറങ്ങുന്ന സമയം നിങ്ങൾ കറക്റ്റായ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്താൽ തന്നെ വാല്യൂ കൂടും. മ്യൂച്വൽ ഫണ്ടിൽ ആരെങ്കിലും 10 വർഷത്തിന് മുകളിൽ ഇട്ട് 5-6 ലക്ഷം ചേർത്ത് വച്ചിരിക്കുവാണെങ്കിൽ എടുക്കുന്നതാണ് നല്ലത്. ലക്ഷത്തിൻ്റെ മുകളിൽ ഇരിക്കുവാണെങ്കിൽ കൂടെ നിങ്ങൾ എടുക്കാം. അക്കാണ് ഇന്ന് മ്യൂച്വൽ ഫണ്ട് ജോലി ചെയ്യുമെന്ന് സ്റ്റാർട്ടറായിരിക്കുന്നോ ഇല്ല ബിഗിനറായിരിക്കുന്നോ അവർക്ക് മാത്രം തന്നെ മ്യൂച്വൽ ഫണ്ട് ഫ്രഷ് ആയിരിക്കും. കൂടെ 2-3 വർഷത്തിൽ ലക്ഷത്തിൽ ചെല്ലുവാണെങ്കിൽ അതിനെ ബോണ്ടിൽ മാറ്റുന്നതാണ് നല്ലത്. ഇപ്പോൾ ഓവറാളായിട്ട് ഈ ചിലവൊക്കെ നോക്കുമ്പോൾ ഇടയ്ക്ക് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കയറും. അതിൻ്റെ ചാൻസ് വളരെ നന്നായിട്ടിരിക്കുന്നു. വന്നിരിക്കുന്ന ന്യൂസ് എന്ത് പറയുന്നു എന്നാൽ 26 കപ്പലിൽ ഇന്ത്യക്ക് ലോഡ് ചെയ്ത് അയക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇത് ചെയ്ത് അയക്കുന്നതിൻ്റെ അകത്ത് RFI കയറി നിൽക്കാതിരിക്കണം. കയറി ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇന്ന് ലോഡ് ചെയ്ത് ഇവിടെ വരാൻ 10 ദിവസം എടുക്കും. കയ്യിൽ സാധനം കിട്ടാൻ 15-25 ദിവസം എടുക്കും. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.